അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികള്, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവര്, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാൺകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി
കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരെന്നോട് ചോദിക്കുകയെ, അച്ഛാ, ഞാനൊരു വെള്ളം അടിക്കാനും പോണില്ല, ഒരു തോന്നിയാസം പോണില്ല, പക്ഷെ എനിക്ക് കരൾ രോഗമാണ്, അത് ഏത് പാവത്തിൻ്റെ ശിക്ഷയാണ്? ഇങ്ങനെയൊക്കെ ആൾക്കാർ വളരെ അടുപ്പമുള്ളവർ ഒക്കെ രോഗങ്ങൾ വരുമ്പോൾ എന്നോട് പണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. കാരണം മദ്യപിക്കാത്തവർക്ക് എന്തുകൊണ്ടാണ് കരൾ രോഗം വരുന്നതെന്ന് ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ല. ശരിക്കും നമ്മൾ ഈ വേജ രോഗങ്ങൾ പോലെ തന്നെ നമ്മൾ ചെയ്യാത്ത ചില കുറ്റങ്ങൾ, ചിലർ വന്നിട്ട് എന്നെ പറയാം, പോസ്കോ കേസൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നില്ല പോസ്കോ കേസിനെ കുറിച്ച്. പോസ്കോയുടെ ഈ ഇരയുടെ കംപ്ലൈൻറ്റ് മാത്രം പോരാ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വളരെ വ്യക്തമായ തെളിവായിട്ട് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടണം. അല്ലാത്ത പക്ഷം തെളിവുകൾ ഹാജരാക്കാൻ. അപ്പോൾ തെളിവുകൾ ഹാജരാക്കണമെന്നുള്ളത് പണ്ട് നേരത്തെ ഇന്നേ വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണമാണ് തെളിവുകൾ ഹാജരാക്കണമെന്ന്. അപ്പോൾ ചിലരിങ്ങനെ കള്ളക്കേസിൽ പെടുത്തി, ഇപ്പം അമ്മായി അപ്പനെ ഒക്കെ പോസ്കോ കേസിൽ പെടുത്തി കഴിഞ്ഞു. അത് മരുമക്കൾ ചെയ്യേണ്ട പരിപാടിയാണ്. അവർ അങ്ങനെയുള്ളവർ വന്ന് എന്നോട് ചോദിക്കുകയും, ഞാനൊരു തെറ്റ് ചെയ്തില്ല അച്ഛാ, എന്ത് പങ്കപ്പാടാണിതെന്ന്. അപ്പം ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാതെ കുറേ ആരോപണങ്ങളും കുറേ പങ്കപ്പാടുകളും ഒക്കെ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. ഈ നല്ല വിശ്വാസികളാണെങ്കിൽ ഈശോ എന്താ പറഞ്ഞത്? വ്യാജമായി എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. ആ വചനെടുത്ത് മത്തായി 5:11-12. മത്തായി 5:11-12. എന്നെ പ്രതി മനുഷ്യർ വേജ ആരോപണങ്ങള്, വേജമായിട്ടുള്ള നമുക്കുണ്ടാകുന്ന ഇപ്പം നമ്മൾ ചെയ്യാത്ത ദുശീലങ്ങൾക്ക് നമുക്ക് ദുശീലം ചെയ്ത ആൾക്കാരുടെ രോഗം തന്നെ ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഇല്ല, ഇത് എന്ത് എങ്ങനെ വൃത്തിഞ്ഞായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുകയാറുണ്ട്. അപ്പം എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണവർ ചോദിക്കുന്നവരുണ്ട്. എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്? മറ്റുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുക അങ്ങനെയായിട്ട് ആയതുകൊണ്ടാണ്. ഞാനെന്താ ഇങ്ങനെ സ്വയം വിസ്തരിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിന് പരോക്ഷമായി ദൈവത്തെയും വിസ്തരിക്കുന്നവരുണ്ട്. നമുക്കൊരു ആധ്യാത്മിക ജീവിതം ദൈവത്തെ ഒരു വിസ്താരത്തിൽ വികസിപ്പിക്കാൻ പറ്റത്തില്ല. ഈശോ എന്നാ ചെയ്യണത്? ഈ എനർജി കൺവേർട്ട് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞത്. അതാണ് അതിനടുത്ത് 5:11 മത്തായി.
എന്നെ പ്രതി അത് ഈശോനെ പ്രതിയാക്കണം. നമ്മളെ പ്രതി വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈശോനെ പ്രതിയാക്കണം. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പൊ ഈ സ്വർഗത്തിലെ പ്രതിഫലം വലുതായിട്ട് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വ്യാജാരോപണങ്ങൾ ഉണ്ടാവും. അതായത് ആദ്യം ഉണ്ടാകണത് വ്യാജാരോപണങ്ങളല്ല. ആദ്യം ഉണ്ടാകണത് നിങ്ങൾ ദൈവത്തിന് വിശ്വാസമായത് കാരണം നിങ്ങളുടെ പ്രതിഫലം നിശ്ചയിക്കും ദൈവം. ആ പ്രതിഫലം നിശ്ചയിക്കുമ്പോഴായിരിക്കും നമുക്ക് എക്സ്ട്രാ റെമിറ്റൻസ് കൊടുക്കേണ്ടി വരണത്. എക്സ്ട്രാ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തില്ല, അസ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തുള്ളൂ. ഈ അസ്വാഭാവിക സഹനങ്ങൾ വരണത് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം കേൾക്കുമ്പോഴാണ്. പക്ഷെ അത് നമ്മൾ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയെടുത്താൽ മാത്രമേ അത് കൃപയായി കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രതിഫലത്തിന് റെമിറ്റൻസ് കൊടുത്തിട്ട് അത് നമുക്ക് നമ്മുടെ പേരിലാകത്തുണ്ട്. അതെന്താ ചോദിച്ചാൽ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾക്കൊരു ആരോപണം വരുന്നു, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത ശീലത്തിന് നിങ്ങൾക്ക് രോഗം വരുന്നു, ഇതെല്ലാം വ്യാജങ്ങളാണ്. ഇപ്പോൾ വ്യാജമായ എല്ലാത്തരം എന്ന് പറയുമ്പോൾ എന്ത് തരമായാലും വ്യാജമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ എന്നെ പ്രതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രതിയാക്കി കളയണം. നിങ്ങളെ പ്രതി ആകുമ്പോഴാണ് നിങ്ങൾ ക്ഷോഭിക്കണത്, നിങ്ങളെ പ്രതി അല്ലത്. ഇപ്പം കൃപാസനത്തിനെതിരെ 200 പേര് ഒരു ചേട്ടായി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്ത്, ഒരു ജീവിച്ചിരുന്ന മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് കൃപാസനത്തിനെതിരെ അതിലൂടെ ഒരു ആരോപണം ഇട്ട്. അപ്പം അതെല്ലാവരും കയറ്റിപ്പിടിച്ച് അത് വലിയ സമരമായി. ഇവിടെ 200 പേരുടെ ഒരു രാഷ്ട്രീയ സമരം കൊണ്ടായിരുന്നു. ഇത്രയും വലിയ കൃപാസന ചുറ്റും കത്തുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ ആ അഹണ്ട ജവാലും ചെല്ലിക്ക് അവിടെ ഇരിക്കും. അതിൻ്റെ കാര്യം എന്താണ്? ഈ ആരോപണങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വ്യാജമായി എന്തെങ്കിലും വന്നാൽ ഉടനെ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ്. പക്ഷെ അതെപ്പോഴും ഓർത്തേക്കണം മക്കൾ. അല്ല, ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ഈ ഭൂമി അങ്ങനെയാണ്. ഈശോയെ പോലും വെറുതെ വിടാഞ്ഞൊരു ഭൂമിയാണെന്ന് ഓർക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം. അത് ഈശോയുടെ പേരുള്ള എല്ലാ വ്യാജ ആരോപണങ്ങളില്ലായിരുന്നോ, അത് ഈശോ നമ്മളെ പ്രതിയാണ് അത് ഏറ്റെടുത്തത്. അപ്പം നമുക്കുണ്ടാകുന്ന വ്യാജ ആരോപണങ്ങൾ ഈശോയെ പ്രതി ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കും. ഞാൻ തിരിച്ചു പറയുകയാണ്, നമ്മളുടെ പ്രതിഫലം, വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച് കഴിയുമ്പോഴാണ് നമ്മളോട് എക്സ്ട്രാ എമൗണ്ട് അടക്കാൻ പറയണത്. അതാണ് ഈ വ്യാജാരോപണങ്ങൾ. താങ്ക് യു. ഈ വിശുദ്ധ ഭവനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വളരെ ഉത്സാഹത്തോടെയായിരുന്നു, വളരെ വിശുദ്ധമായിട്ട് തന്നെയായിരുന്നു ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അതിനുശേഷമാണ് എനിക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കാനുള്ള കൃപ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് ലഭിച്ചു. അടുത്തതായി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA സ്റ്റുഡൻ്റാണ്. പക്ഷേ അവൻ്റെ കോഴ്സ് പൂർത്തീകരിച്ചില്ല. ലാസ്റ്റ് സെം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ഫെബ്രുവരി 1-ാം തീയതി ഏർലി റിലീസ് എന്നുള്ള രീതിയിൽ കോളേജ് അവനെ വിട്ട് അവൻ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ആ സമയത്തും പരീക്ഷാ സമയത്തും അവൻ്റെ ഇൻ്റർവ്യൂ സമയത്തും ഒക്കെ ഞാൻ അവന് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. അവൻ്റെ കഴിഞ്ഞ സെം എക്സാമിന് തൊട്ട് മുന്നേ അവന് ന്യൂമോണിയ വന്നു. അവൻ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. പക്ഷേ ആ സമയത്ത് തൊട്ടടുത്ത് പിന്നെ പബ്ലിക് എക്സാമാണ്. ഞാൻ പറഞ്ഞു, മോനെ നീ തൈലം പുരട്ടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്കണം. ഞാൻ അതൊക്കെ അവന് കൊടുത്താണ് വിട്ടിരുന്നത്. അപ്പം പ്രയാസമുള്ളൊരു പേപ്പറിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ അമ്മ ശരിക്കും പ്രാർത്ഥിച്ചോണം. പരീക്ഷ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ
എനിക്ക് കുഴപ്പമില്ലാതെ ഞാൻ എഴുതി. ഞാൻ ഈ ഉപ്പിലെ ഇച്ചിരി തരിയൊക്കെ എൻ്റെ പേനയ്ക്കകത്ത് ഇട്ടുകൊണ്ടാണ് ഞാൻ പോയത്. മാതാവ് അവിടെയും എൻ്റെ മകൻ്റെ വിശ്വാസത്തിന് കൂട്ടുനിന്ന് അവനെ സഹായിച്ചു. അവൻ നല്ല 400 കുട്ടികൾ പഠിക്കുന്ന UPSC എന്ന് പറയുന്നത് പെട്രോളിയം യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജാണ്. അവിടെ അതിനകത്തെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എൻ്റെ മകന് ലഭിക്കാൻ സാധിച്ചു. അത് അച്ഛൻ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് തന്നെയാണെന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അടുത്തതായി എൻ്റെ മകൾ മരിയാറാണി, അവൾ ബാംഗ്ലൂർ BSc ട്രിപ്പിൾ മൈൻ എടുത്ത് പഠിക്കുകയായിരുന്നു. അതായത് മാത്സും കമ്പ്യൂട്ടർ സയൻസും സ്റ്റാറ്റിയും 3 കോമ്പിനേഷൻ നല്ല ടഫ് വിഷയങ്ങളായിരുന്നു. പക്ഷേ കൊച്ച് വലിയ മിടിക്കൊന്നുമല്ല, അവളൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പക്ഷേ പ്രാർത്ഥനയിലും അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല പ്രാർത്ഥനയും എല്ലാം. നമുക്കറിയാം ബാംഗ്ലൂരിലൊക്കെയുള്ള കുട്ടികളുടെ ജീവിതശൈലി, എൻ്റെ മകൾക്ക് അവിടെ റൂമിലുള്ള പിള്ളേരുടെ ജീവിതം അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവസാനമായപ്പോൾ എന്നോട് പറയും, അമ്മ എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, അമ്മയുടെ മോൾക്ക് വേണ്ടി അമ്മ നന്നായി പ്രാർത്ഥിക്കണം. ഇടയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജൊക്കെ വരും. പക്ഷേ കക്ഷി എന്നോട് തുറന്നൊന്നും പറയത്തില്ല, ഞാൻ ടെൻഷനാകാതിരിക്കാൻ. അവസാനം എന്നോട് പറഞ്ഞു, അമ്മ ഇവരുടെ പോക്കത്ര ശരിയല്ല. ഞാൻ പറഞ്ഞു, മോൻ എങ്ങും പോകണ്ട, നിനക്ക് കൂട്ട് അമ്മയുണ്ട്, മാതാവുണ്ട്. അവൾ അവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലി നേർച്ച വസ്തുക്കൾ ഞാൻ പറയും മോനെ കൂട്ടുകാരുടെ മുറിയിലോട്ട് കൊണ്ടിട്ടോ. അങ്ങനെയൊക്കെ ഇട്ട് അവൾ എന്നോട് പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജപമാല ചൊല്ലുന്നത്. അങ്ങനെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ നടുവിൽ നിന്ന് ആ പ്രയാസത്തിനിടയിൽ അവൾക്ക് അവിടെ മറ്റൊരു കൂട്ടുകാരി ഒരു അഭയസങ്കേതം കൊടുത്ത് ആ ഒരു സാഹചര്യത്തിൽ അവൾക്ക് താങ്ങും തണലുമായി ഒരു വീട്ടുകാരെത്തി. അവരെ ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അത്രമാത്രം കടപ്പാടാണ് ഒരു ആത്മീയ ജീവിതത്തിൽ നിലനിന്ന് പോകുന്നതിനും. 75% മാർക്കോടെ ടോട്ടൽ പെർസെൻറ്റേജിലും ലാസ്റ്റ് സെമ്മിലാണ് കൊച്ച് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ആ സമയത്ത് അവൾ പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് 80% എൻ്റെ ലാസ്റ്റ് സെമ്മിന്. അങ്ങനെ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ അവൾക്കും ലഭിച്ചു. അടുത്തതായി എൻ്റെ ഹസ്ബൻഡ് ഒരു മെഡിക്കൽ ഫീൽഡിലാണ്. MRI സ്കാനിങ് സെൻറ്റർ 4 പേര് ചേർന്ന് നടത്തുന്നു. ഇൻസൈറ്റ് ഇമേജ് എന്ന പേരിൽ അത് നടന്നു വരുന്നു. അതിനകത്ത് ഞങ്ങൾ എന്താ പറയണ്ടേ 10-40 ലക്ഷം രൂപ മുടക്കി. പക്ഷേ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് വരുന്ന ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇൻകം വളരെ കുറവായിരുന്നു. എൻ്റെ 6ാമത്തെ പുതുക്കൽ ഞാൻ നിർബന്ധമായിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മ ഇനിയും വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, മക്കളെ പഠിപ്പിക്കുന്നു, എല്ലാം കൂടെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ മാസവും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി അതിൽ നിന്നൊരു നല്ല ഇൻകം തന്നെ ഞങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ രോഗികൾക്കും പാവപ്പെട്ടവർക്കുമായിട്ട് തന്നെ കൃത്യമായ ദശാംശം, അത് പാവപ്പെട്ട പേഷ്യൻസ് വരുമ്പോൾ എൻ്റെ ഭർത്താവിന് വളരെ സന്തോഷമാണ്. അദ്ദേഹം അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കുറച്ച് കൊടുക്കുന്നതിലും ഈ ഉടമ്പടി പ്രാർത്ഥന ഞാൻ കൂടുമ്പോൾ എന്നോടൊപ്പം തന്നെ, ഞാനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം തന്നെ എഴുന്നേറ്റിരുന്ന ഉടമ്പടി പ്രാർത്ഥന കൂടുകയും ഈ തൈലവും നേർച്ച വസ്തുക്കളും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. കാരണം കോവിഡിൻ്റെ നടുവിലായിരിക്കുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഈ മനുഷ്യന് എല്ലാ ദിവസവും ഇഷ്ടം പോലെ കോവിഡ് രോഗികളെ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഹാർട്ട് പേഷ്യൻ്റ് കാർഡിയോളജിയുടെ ഒരു വലിയ സർജറിയൊക്കെ കഴിഞ്ഞ മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഭയമാണ് കോവിഡ് വരുന്നതിനെക്കുറിച്ചുള്ള പേടിയോട്. അല്ലാതെ എൻ്റെ ഭർത്താവ് ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം എന്നും ഈ തൈലമെടുത്ത്, ഞാൻ പറയുകയേ വേണ്ട, വീട്ടിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പിള്ളേരുടെ ഒരു പ്രശ്നങ്ങൾ വന്നാലോ ആരെങ്കിലും വന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും അദ്ദേഹം ഉടനെ ഈ തൈലമെടുത്ത് വളരെ വിശ്വാസത്തോടെ പുരട്ടി അനുഗ്രഹം, അങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചു വരുന്നു. അടുത്തത് എൻ്റെ 6ാമത്തെ സാക്ഷ്യം. ഞാൻ ഏകദേശം ഒരു 10 വർഷം മുമ്പ് കാറിൻ്റെ ലൈസൻസ് എടുത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് സ്കൂളിലൊന്നും പോകാൻ, കാർ പിടിച്ച് പോകാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഇപ്പോൾ എനിക്ക് അതിനുള്ള ധൈര്യം ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ അമ്മ മാതാവ് ഈശോ വഴി എനിക്ക് തന്നിരിക്കുകയാണ്. സങ്കീർത്തനം 92:10 എൻ്റെ കൊമ്പ്, അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം അഭിഷേകം ചെയ്തു. അതെ സഹോദരങ്ങളെ, വളരെ ഭയപ്പെട്ട് ഇരിക്കുന്ന എനിക്ക് ഇന്ന് പേടിയില്ല. ഇന്നെനിക്ക് ധൈര്യമാണ്.
ഒരു ദിവസം രാവിലെ എനിക്ക് എപ്പോഴും ഈശോയുടെയും മാതാവിൻ്റെ സാന്നിധ്യം, ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് എൻ്റെ അടുത്ത് കാർ ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ മാതാവും ദിവ്യകാരുണ്യ എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. മാതാവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നതാണ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ഹോളി മേരി കൃപാസനം. അതെ, ഈ 3 സെൻറ്റൻസ് ഒരു പ്രയർ രൂപത്തിൽ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. ഇന്ന് ആത്മീയ ജീവിതത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത്. എൻ്റെ ഭൗതികമായ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ നടത്തും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ഭർത്താവും അടങ്ങുന്ന എൻ്റെ കുടുംബം ആത്മീയതയിൽ ഒത്തിരി ഉയരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ്, എനിക്ക് ഈ പുണ്യഭൂമിയിൽ വന്നതോടുകൂടി മാത്രമാണ് എൻ്റെ ആത്മീയ ജീവിതം ഇത്ര ഉയരുവാൻ, ഈശോയെ നേരിട്ട് കാണുവാൻ. ഞാൻ എപ്പോഴും പണ്ടൊക്കെ ഓർക്കും, എനിക്കും ഇഷ്ടമാണ്, എനിക്ക് എങ്ങനെ ഈ ദർശനങ്ങളെന്നൊക്കെ ഞാൻ ഓർക്കും.